2026 വേൾഡ് കപ്പിൽ സൂപ്പർ താരം നെയ്മർ ജൂനിയർ കളത്തിലുണ്ടാകുമോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 50% ഉള്ളൂ നെയ്മർക്ക് 2026 വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ഇടം പിടിക്കാനുള്ള ചാൻസ്. അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാറ്റസ് മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ തന്നെയാണ്. അതായത് പരിക്ക്, നിരന്തരമായിട്ടുള്ള പരിക്ക്, പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ടുള്ള മത്സരം കൂടിയും കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്ത സാഹചര്യം, ഇപ്പോഴും സ്ഥിരമായിട്ട് മത്സരങ്ങൾ കളിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ 2026 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് അല്ലെങ്കിൽ മത്സര ശൈലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളി ഒക്കെ ഒരു മാറ്റം വരുത്തുമോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഗ്രൗണ്ടിൽ കളിച്ച് തുടങ്ങുമോ, അതോ ഈ ഒരു ലെവലിൽ തന്നെ ഇപ്പോഴത്തെ പരിക്കിൻ്റെ പിടിയിലായിട്ട് അങ്ങനെ നിരാശപ്പെട്ട് കളം വിടേണ്ടി വരുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഒരു 50% ആക്കിയത്. ഒരു പക്ഷേ നെയ്മർ ജൂനിയർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് 2026 വേൾഡ് കപ്പ് കളിക്കാൻ. അതുപോലെ തന്നെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ബ്രസീലിയൻ നെയ്മർ ഫാൻസ് മാത്രമല്ല, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും നെയ്മർ ജൂനിയർ കളത്തിൽ വേണം എന്നുള്ളത് നല്ല ആഗ്രഹമുണ്ട്. അത് വേൾഡ് കപ്പ് മാത്രമല്ല, ക്ലബിന് വേണ്ടിയിട്ടാണെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നെയ്മർ ജൂനിയർ കളത്തിൽ അദ്ദേഹത്തിൻ്റെ മത്സരം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നെയ്മർ ജൂനിയർ 2026 വേൾഡ് കപ്പിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ്. തീർച്ചയായും 2026 വേൾഡ് കപ്പ് കളിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് നെയ്മറുടെ ആദ്യത്തെ സംസാരം. അവിടെ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്രസീലിനൊപ്പം ജയിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. എനിക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ടീമിനെ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞത്. 2026 വേൾഡ് കപ്പ് കളിക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ട്. എനിക്ക് എൻ്റെ ടീമിൽ വിശ്വാസമുണ്ട്. എനിക്ക് അവിടെ എത്തണം എന്നുള്ള സംസാരമാണ് നെയ്മർ ജൂനിയറുടെ ഭാഗത്ത് നിന്ന്. അദ്ദേഹത്തിൻ്റെ ഈ സംസാരം ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്, അതുപോലെ ഈ ഒരു പരിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ 2026 വേൾഡ് കപ്പിലേക്ക് നല്ലോണം ഒരുങ്ങി തന്നെ വരും എന്നുള്ളത് നമുക്കറിയാം. കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കാം. ലയണൽ മെസ്സി അദ്ദേഹം അവസാന ഘട്ടത്തിൽ ഒരു വേൾഡ് കപ്പ് അടുത്ത വേൾഡ് കപ്പിലും ഉണ്ടാവുമെങ്കിലും 2022 വേൾഡ് കപ്പ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങൾ നേടിക്കൊടുത്തു. ആ ഒരു രംഗം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നെയ്മർ ജൂനിയർക്ക് വേണ്ടിയിട്ട് 2026 വേൾഡ് കപ്പ് ബ്രസീൽ തൂക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെയ്മർ കളത്തിൽ വേണം. ആ ഒരു സാഹചര്യത്തിൽ നെയ്മറുടെ ഫിറ്റ്നസും കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം കളത്തിൽ സ്ഥിരമായ പ്രകടനം നടത്തുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു ടീമിൽ ഉണ്ടാവും. അദ്ദേഹം വേൾഡ് കപ്പ് ബ്രസീലിന് നേടിക്കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഏതായാലും അദ്ദേഹം പരിക്കുറക്കെ മാറി എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.